ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റിയാണ്. ഞാൻ പതിയെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്നാണ് ഗൈസ് ഏപ്രിൽ ഫൂൾസ്. ഞാനിങ്ങനെ ആരെ ഫൂൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ചേച്ചീൻ്റെ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ വന്നത്. പക്ഷെ ചേച്ചീനെ ഫൂൾ ചെയ്യുക വെച്ചാൽ അവൾ ഇന്നലെ തൊട്ടേ നാളെ ഏപ്രിൽ ഫൂൾസ് ആണ്, നാളെ ആര് പറയണമെന്ന് വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവളെന്തായാലും ഫൂൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം കുറച്ച് ഫൂളാവുന്ന ആളെൻ്റെ മൈൻഡിൽ വന്നു. വേറെ ആരുമല്ല, എൻ്റെ അമ്മാമ്മയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാമ്മ വീഡിയോ ഒക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. കാരണം വീഡിയോ എടുക്കാൻ അമ്മാമ്മ എന്ത് വീഡിയോ എടുക്കണമെന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രാങ്ക് എന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല ഗൈസ്, നമ്മളെ കോഴിക്കോട് താമസിക്കുന്ന ഒരു മാമനുണ്ട്. മാമനാണ് അപ്പാപ്പനാണ് ആയിരുന്നോ, എൻ്റെ മാമനാണ് വെയിൽ നോക്കാം. അപ്പം വേലായുധൻ എന്നാണ് മാമൻ്റെ പേര്. കോഴിക്കോടാണ് ആ മാമൻ ഇപ്പം താമസിക്കുന്ന, കോഴിക്കോടാണ്. അപ്പം സാധാരണ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോൾ നമ്മളെ വീട്ടിൽ വരും ഒരു ദിവസം. അപ്പം ഇപ്പം കോഴിക്കോട് താമസിക്കുന്ന ആ മാമൻ പെട്ടെന്ന് ഇവിടെ വന്ന് സാധാരണ വിളിച്ചിട്ടാണ് വരാറ്. കാരണം നമ്മൾ വീട്ടിലുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അപ്പം അവിടെ താമസിക്കുന്ന ആൾ പെട്ടെന്ന് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടു എന്നുള്ളൊരു പ്രാങ്കാണ്. ലൈക്ക് അമ്മാമ ആ മാമ അവിടെ നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും ഞാൻ പറയുന്നത്. അമ്മ പെട്ടെന്ന് വന്ന് നോക്കും. അപ്പം ഇല്ലല്ലോ ഞാൻ പറയും പിറകു വശത്തൂടെ പോയാൽ എന്തോ എന്ന് ഞാൻ പറയും. അപ്പം എന്നിട്ട് അമ്മാമേനടുത്ത് ഫോൺ വിളിച്ച് ചോദിക്കാൻ പറയും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യമില്ല. അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പ്രാങ്കിലോട്ട് പോകാം. ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്നിടണം. കാരണം ഞാൻ ബാക്കിൽ കൂടെ വന്നു എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ. ഫസ്റ്റ് പതിയെ പറയാനായിട്ട് ഇവിടെ വല്ല നിപ്പുണ്ടാക്കി പേടിയാണ് ഗൈസ്. ഫുള്ള് ഫ്ലോപ്പായ ഇന്നത്തെ ഏപ്രിൽ ഫൂൾസ് ഡേ മൊത്തം മൂഞ്ചും ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടാം. ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ ചെറുതായിട്ടൊന്ന് തുറന്നിടാം. ഓക്കെ, ഇത്രയുള്ളേ. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് അതുവഴി ബാക്കിലോട്ട് പോയെന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി അകത്തോട്ട് പോകാം. അമ്മാമ്മ അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം അകത്തോട്ട് പോകാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മാക്സിമം ഉറച്ചാണ് പറയുന്നത്. ഇനിയും ഉറച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് വിളി വരും. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് പെട്ടെന്ന് പതിയെ ഡോറൊക്കെ തുറന്ന് പോയിട്ട് പറയാമെന്നാണ്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മാമ്മ ഞാൻ സാധാരണ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ അമ്മമ്മ ഗേറ്റിൻ്റെ അവിടെ ഒരാൾ നിൽക്കണം ഇങ്ങനെയാണ് ഞാൻ സാധാരണ പറയാറ്. അറിഞ്ഞൂടാത്ത ആളാണെങ്കിൽ അവിടെ ഒരാൾ നിൽക്കണം എന്ന് പറയും. അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ആളുടെ പേര് പറയും. അപ്പം ഞാൻ പെട്ടെന്ന് പറയാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഇപ്പം അമ്മാമ്മ എവിടെയാണ് കറൻ്റ് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെയിറ്റ്. ഭയങ്കര പേടി. എനിക്ക് പ്രാങ്കൊന്നും പറ്റില്ല. ഞാൻ ചിരിക്കും, അതാണ് പ്രശ്നം. ഇപ്രാവശ്യം ചിരിക്കാൻ പാടില്ല. നമ്മൾ പ്രാങ്ക് തുടങ്ങാൻ പോവാണ്. ഇനി മൊത്തം അഭിനയമായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. അമ്മാമ മറ്റേ കോഴിക്കോടുള്ള മാമൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ ഇവിടെ ബാവപ്പാപ്പനൊക്കെ വരുമ്പോൾ വരണ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണ്. ഇവിടെ നിൽക്കാന്ന് പറയ കൂടെ പോയാ? ഇവിടെ നിപ്പുണ്ടായിരുന്നു. അവിടെ വന്നാ നോക്ക്, അപ്പുറത്ത് നോക്ക്. ഗേറ്റ് തുറന്ന് ഞാൻ ഇപ്പം അങ്ങ് പോയെന്ന് തോന്നുന്നു. വിളിച്ചു നോക്കിയാണ് ഇവിടെ. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ കാണാനില്ല. വിളിച്ചു നോക്ക്, ഫോണില് വിളിച്ചു നോക്ക്. പിറകെ നിക്ക. വിളിച്ചു നോക്കിയാണ്, ഫോൺ വിളിച്ചു നോക്കിയാണ്. ഇങ്ങോട്ട് വാ. എവിടെ ഫോൺ? എവിടെ? ഇവിടെ അകത്തൊന്നിട്ടാണ് പിന്നെ ഫോൺ വിളിക്കണം. അല്ലേ ഇനി ആരില്ലെന്ന് പറഞ്ഞു പോ. അത് തുറന്ന് നടക്കണം.
രഹസ്യം പറയാൻ വന്നേക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ വിളിക്കാതെ. എന്തിനിപ്പോൾ ഞാൻ ഈ പേര് മറന്നുപോയി. ആരാന്ന് പറയണമെങ്കിൽ എനിക്ക് അറിയാറുന്നുണ്ടാണ് ഞാൻ ആരാവെന്നൊന്ന് പറയാം. കിട്ടിയ അടിച്ച് നോക്ക്. അങ്ങോട്ട് കയറി പിന്നെ അങ്ങോട്ട് പോയി മായയായിട്ട് പോയാ. ഒന്നും മിണ്ടിയില്ലേ? ഗേറ്റ് തട്ടിപ്പോ നീ പോയി തുറന്നു. ഞാൻ പോയി തുറന്ന അമ്മ അവിടെ നിൽക്കാൻ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് കാണാനില്ല ഇങ്ങോട്ട് വന്നു. എവിടെയാ നീ? എവിടെ കടയിലേക്ക്? കോഴിക്കോട്ടാ? ഈ കൊച്ചെൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ, ഇവിടുത്തെ മിന്നിലെ ഇളയ കൊച്ചെൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ, അമ്മമ്മ കോഴിക്കോട്ട് നിന്ന് പറയണ മാമന്റെ പേരെന്തോന്നു? ഞാൻ പറഞ്ഞു വേലായത്. ആ മാമന്റെ ഗേറ്റിലൊന്ന് വിളിച്ച് ഞാൻ അമ്മമ്മയെ വിളിക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പോയി ഗേറ്റിൻ്റെ അവിടെ നോക്കിയപ്പോൾ ആരും കണ്ടില്ല. അപ്പൊ പറഞ്ഞു അമ്മമ്മ ഫോൺ വിളിച്ചു നോക്കായി. ഞാൻ വീട്ടിന്റെ നാലിട്ട് കിടന്നപ്പോ ഏപ്രിൽ ഫുൾ ആക്കിയത്. ഏപ്രിൽ ഫുൾ ആക്കിയത് എന്നാ? നീയേ ഇവിടെ വന്ന് നിൽക്കണം പറഞ്ഞു. ഓ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ ഓർമ്മിച്ചടാ, ഇന്ന് ഓർമ്മിച്ചില്ല. നമ്മൾ ഏപ്രിൽ അല്ലട മോനല്ല, മിമ്മിയുടെ ഇളയ മോളെ. ഗൈസ് ഇനി നമ്മൾ ഏപ്രിൽ ഫൂൾസ് എല്ലാവർക്കും പറഞ്ഞോട്ടെ. ഏപ്രിൽ ഫുൾ ആക്കിയത്. ഇല്ല നീ ഇവിടെ വന്ന് ഗേറ്റിന്റെ അവിടെ വന്ന് അവള് വന്ന് ഗേറ്റ് തുറന്നെടുത്ത് ആ മാമന്റെ വന്നെന്ന് പറഞ്ഞ് എന്നെ അടുക്ക. ആ പിന്നെ എന്തൊക്കെ വിശേഷം? കൊള്ളാം ഗൈസ്, നമ്മളെ പ്രാങ്ക് സക്സസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കുഞ്ഞു വീഡിയോ, പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ സോ ചത്ത് ഗൈസ്. ഇപ്പം അമ്മ വിളിച്ച് സംസാരിച്ച സുഖം തന്നെ മറ്റേതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഈ വേലായുധ മോനെ വിളിക്കുമ്പം കോഴിക്കോടല്ലേ ഇനി ഇവിടെ വന്നെന്ന് ഞാൻ പറയുമെന്നായിരുന്നു. പിന്നെ വേലായുധ മാമ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് മാമൻ്റെ പേര് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ പേര് കിട്ടിയില്ല. ഓക്കെ ഫുള്ളാക്കിയതിന് എനിക്ക് അമ്മ തന്ന സമ്മാനമാണ്. ഇത് നമുക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ഇല്ല നിങ്ങൾ ആരെയൊക്കെ ഫൂൾ ചെയ്തു എന്നുള്ളത് ആൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഹാപ്പി ഏപ്രിൽ ഫൂൾസ്.